ഇപ്പം ഇടുക്കിയിൽ നമ്മളിപ്പോൾ പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യങ്ങളുണ്ട്. ഒരു CM-ന്റെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതിന് കഴുത്തിന് പിടിച്ച് തള്ളി മാറ്റുന്ന ആ ഫോട്ടോഗ്രാഫർ, അദ്ദേഹം സീനിയർ ഫോട്ടോഗ്രാഫറാണ്, ഏഞ്ചൽ അടിമാലി എന്നാണ് പേര്. സർ, ഓക്കെ ആണോ? ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയോ? എന്താണ് അന്ന് സംഭവിച്ചത് ശരിക്കും? അത് ഞാൻ ഈ മറ്റേ ഉടുമ്പൻചോല MLA ഉണ്ട്, MM മണി സഹാവുണ്ടല്ലോ, പുള്ളിയും പാർട്ടി ജില്ലാ സെക്രട്ടറി ഈ CM വരുമ്പോൾ ബൊക്ക കൊടുത്ത് സ്വീകരിക്കാൻ നിൽക്കുന്നതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറെ നേരമായിട്ട് കാത്തിരുന്നാണ്. ആ സമയത്തൊന്നും ആരും എന്നെ മാറ്റി വിട്ടില്ല. അവിടെ വരുന്ന സമയത്ത് അവിടെ നിന്നെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ വന്നിട്ട് ഈ ദേഹം വന്ന് നിന്നു. അപ്പൊ സാർ ഞാൻ ഫോട്ടോ എടുത്തോട്ടെ എന്ന് വെച്ചപ്പോഴത്തേക്കും പുള്ളി സമ്മതിച്ചില്ല, തള്ളി വിട്ടു. അപ്പൊ ഞാൻ ആ എടുക്കാൻ ഇങ്ങനെ തള്ളി കൊങ്ങയ്ക്ക് പിടിക്കുന്ന സമയത്ത് ഞാൻ എടുത്തോണ്ടിരിക്കുകയാണ് എന്റെ ഫോട്ടോ. അപ്പൊ ആ സമയത്ത് പുള്ളി വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞാനൊരു ക്ലിക്ക് ചെയ്ത് അങ്ങ് മാറി പോകുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഞാൻ സൈഡിലാണ് നിൽക്കുന്നത്, എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, ആർക്കും ഒരു തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ആ സമയത്ത് എന്തിനാ ചെയ്തെന്നറിയില്ല, എന്നെ കൊങ്ങയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു വിരളെ താത്തി പിടിച്ചിട്ട് ഒരു 5 സെക്കൻഡ് പിടിച്ചിട്ട് തള്ളി അങ്ങ് വിട്ടു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോയി. ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് സർ. അപ്പം ഈ റോഷി അഗസ്റ്റിന് ഒരുപക്ഷെ താങ്കളെ പരിചയം ഉണ്ടാകുമായിരിക്കും, അല്ലെങ്കിൽ താങ്കളുടെ ID കാർഡോ അല്ലെങ്കിൽ ഈ ക്യാമറ കണ്ടിട്ടായിരിക്കണം നിർത്തൂ അല്ലെങ്കിൽ ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവരെ നിർത്തുന്നില്ല. ഇവരെല്ലാരും പരിചയമുള്ളവരാണ്. ബാക്കി മന്ത്രിമാരും പരിചയമില്ലാത്തവരും നോക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാം ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് എന്തായി കാണിക്കുന്നുള്ള രീതിയിൽ. പക്ഷെ അവർക്കൊന്നും പറയാനുള്ള സമയം കിട്ടിയില്ലായിരിക്കാം, അവർ പറഞ്ഞില്ല, അവരങ്ങ് പോയി. അപ്പൊ ഈ മൂവിലങ്ങ് പോവുകയാണ്. ഒരു കാര്യമില്ലാതെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ക്ലിക്ക് എടുക്കുന്ന സമയത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം എന്നെ ഇത് ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 15 വർഷമായി താങ്കൾ അവിടെയാണ്. അപ്പം സ്വാഭാവികമായി MM മണിക്കൊക്കെ അറിയുന്ന ആളായിരിക്കുമല്ലോ. 27 വർഷമായിട്ട് ഇടുക്കിയിൽ മാധ്യമ രംഗത്തുള്ളതാണ് ഫോട്ടോഗ്രാഫറായിട്ട്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം MM മണിയായിട്ട് സംസാരിച്ചോ? പിന്നെ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. ഞാൻ തൊടുപുഴ എന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ, പിന്നെ കാണാൻ പറ്റിയില്ല, അങ്ങനെ വിളിച്ചില്ല, അവരാരും വിളിച്ചിട്ടുമില്ല. അത് ഇത് എങ്ങനെയെങ്കിലും ഒരു പരാതിയൊക്കെ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പരാതി ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടാണ് പോകുന്നത്. എനിക്ക് അപ്പൊ ഈ തൊണ്ടയില് എക്സ്റേ ഒക്കെ എടുക്കണായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾ തൊടുപുഴ വന്നിട്ട് അത് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ വേദനയൊക്കെ ഉണ്ടായിരുന്നേ. ശരി, വളരെ അധികം നന്ദി സർ സംസാരിച്ചതിന്.